ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുമ്പോൾ ഇന്നലെ ആയിരിക്കും. അപ്പം വർഷങ്ങൾക്ക് ശേഷം ആവേശം രണ്ടും ഒരേ ദിവസം ഇറങ്ങിയേക്കാണ്. നമ്മുടെ ഫാഫയും പ്രണവ് മോഹൻലാലും ധ്യാനും എല്ലാവരും ഉണ്ട്. അപ്പം ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്കറിയാലോ എനിക്ക് സിനിമ ഭ്രാന്താണ്. അപ്പം ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വർക്ക് ചെയ്യുന്ന നോക്കണ്ട, ഇങ്ങനെ പ്രിട്ടൻഡ് ചെയ്യും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ. അത്രയാണ് വർക്കിംഗ് ആണ്. ആക്ച്വലി ആദ്യമായിട്ടാണ് ഉറങ്ങാണ്ടിരിക്കണത്. അപ്പൊ ഇന്ന് നമ്മൾ 2 സിനിമയ്ക്ക് പോകണം. ഇവള് 2ാമത്തെ സിനിമയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ 7 മണിക്ക് വർഷങ്ങൾക്ക് ശേഷം നേരെ 10:15 ഓടിപ്പോയ ആവേശമാണ്. അപ്പൊ ഇപ്പം ഓൾറെഡി ലക്ഷ്മി ഇവിടെ എത്തിയിട്ട് തന്നെ വിളിച്ചിട്ട് ഇപ്പൊ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓടി അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ തിയേറ്റർ. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം കാണാം. അപ്പൊ ഞാൻ പോയിക്കൊണ്ട് സംസാരിക്കാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം കാണാം. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഫാഫയുടെ ത്രില്ലർ ആൻഡ് കോമഡി ത്രില്ലറായിട്ടുള്ള നമ്മുടെ ഇത് കാണാൻ പോകും. എന്താ ആവേശം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പം ഞാൻ ഓർത്തു 2 സിനിമയും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു സുബലമ നിമിഷമാണല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്നാ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു വികാരമാണ്. സിനിമ കാണാൻ പോകുന്നത്, അതും 2 അടിപൊളി സിനിമ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ അത് കാണാൻ പോകുന്നത് വേറെ ഒരു വികാരമാണ്. അപ്പൊ എനിക്ക് ആ വികാരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ അവന്മാരല്ല, KMS-ലെല്ലാവന്മാരാണ് വർഷങ്ങൾക്ക് ശേഷമുള്ളത്. ഇതിന് നമ്മുടെ കൂടെ അഞ്ജനയാണ് ഉള്ളത്. ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഫുള്ളി ബുക്ക്ഡ് ആണ്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ അറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, തിരക്കുണ്ടോന്നൊക്കെ. ഹലോ ഹലോ, ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിളിച്ചതാണ് അവര് പോയപ്പോഴത്തേക്കും ഞാൻ എടുക്കാൻ. ഇങ്ങോട്ട് വാ അമലായി അണ്ടർസ്റ്റാൻഡ്. ഇങ്ങോട്ട് വാ, പറ ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? സെയിം ഡയലോഗ് മാറ്റി പിടിക്ക്. നല്ലായിരുന്നു, കുഴപ്പമില്ല. ഇവള് കാണുന്നില്ല, ഇവള് എൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷമേ ഉള്ളൂ. നമ്മൾ ഇതിന് ശേഷം പോകും. അങ്ങനെ കുറച്ച് നേരം കത്തി വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ ഹൗസ്ഫുൾ ആണ്. ഡയമണ്ടിൻ്റെ അറ്റം തൊട്ടിട്ട് ഗോൾഡിൻ്റെ താഴെ വരെ ഫുൾ ടിക്കറ്റ്സ് ബുക്ക്ഡ് ആയിരുന്നു. ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കേട്ടോ. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പോയിട്ട് പോപ്കോണൊക്കെ മേടിച്ച്. ഇപ്പം ഇൻ്റർവെല്ലിന് ഇറങ്ങിയപ്പം പോപ്കോൺ കഴിക്കാൻ ഇറങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ കാരണം ലേഡീസ് ടോയ്ലറ്റിൽ വന്നതാണ്. ഓൾറെഡി സിനിമ തുടങ്ങി ഹാഫ് ഇൻ്റർവെല്ലിൽ. ഇപ്പം പോകണം കാരണം എൻ്റെ ഇടയ്ക്ക് കൂടെ വന്നതാണ് ഒന്ന്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും അടിപൊളി സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഒന്നും പറയാനില്ല. എല്ലാവരും ഭയങ്കര കയ്യടി കണ്ട് തിരക്ക് കണ്ടില്ല. ഇത്രയും നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. നിപ്പുണ്ട് കമോൺ. ചെറുതായിട്ടൊന്ന് ഇത് കട്ട് ചെയ്തതാണ്. എനിക്കൊരു കോൾ വന്നതാണ്. അപ്പം നമ്മളിപ്പം ഞാൻ പറയാൻ വന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടം ആസ് യൂഷ്വൽ വ്യൂവേഴ്സിന്റെ മാജിക് തന്നെയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് പ്രണവ് മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ട തന്നെയാണ് ദിറ്റു. ചില എക്സ്പ്രഷൻസും ചില കാര്യങ്ങളൊക്കെ ഇവൾ ശരിക്കും മിസ് ചെയ്ത് ഞാൻ ഇവളോട് പറയാം. പക്ഷെ ഓൾറെഡി ഇത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും, പൈസ അപ്പോൾ നമ്മളിപ്പം ആവേശമാണെങ്കിൽ കിടിലനാണെന്നാണ് കേട്ടത്. അപ്പം നമ്മളിപ്പം വേഗ സിറ്റി മോളിലേക്ക് പോവാണ് ആവേശം കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കാണാൻ. അടിപൊളി 2 സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ തളരൂല. സിനിമ തളരില്ല. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ ഉണ്ടല്ലോ, നമുക്കിനി സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്യും. കാരണം അങ്ങനെ സ്ട്രഗിളും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നുമോ അത്രയും സ്ട്രഗിളുള്ള ഒരു ഫീൽഡാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും വേഗ സിറ്റി മുഴക്കായിട്ട് നമ്മുടെ ഫാഫ ഞാൻ എക്സൈറ്റഡാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ഒട്ടും മടുത്തിട്ടില്ല. പോയിട്ട് പോപ്കോൺ കഴിക്കണമെങ്കിൽ വിശന്നിട്ട് മേലെ. അപ്പം എന്തിനും വേഗ സിറ്റിയിലാണ് 2ാമത്തെ ബുക്ക് ചെയ്തത്. ഈ മോള് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ പലതവണ ഇവിടെ വെറുതെ പോയിട്ടുണ്ട്. നോർ പ്ലേറ്റ് എടുത്താൽ മതി കേട്ടല്ലോ, അവളുടെ ആൻഡ്രസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ വേഗ സിറ്റി എത്തി. ഇപ്പം നമ്മൾ വിശക്കുമായിരുന്നു. ഞാൻ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാരം പോക്കാം. ഇവിടെ എൻ്റെ ഗൈസ് ഫുൾ ഫ്ലോപ്പായി. ഇത് ഈ സൈഡ് നടക്കട്ടെ. ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വാ അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നാണ് ഇങ്ങോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഫ്ലോപ്പ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആ ഷോ ഇല്ല പോലും. ഷോ ക്യാൻസൽ ചെയ്തോന്ന്. എൻ്റെ ദൈവമേ, എനിക്കങ്ങ് തരുത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താ കേരളത്തില് തെലുങ്ക് പടവും തമിഴ് പടവും എടുക്കാത്തത് കൊണ്ട് അവര് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് അവിടെ റിലീസ് ആക്കാത്ത കാരണം ഇവിടുന്ന് മലയാള സിനിമ എല്ലാ PVR മാറ്റാണ്. പക്ഷെ അതാണ് കൺഫ്യൂഷൻ ഗൈസ്. PVR പടം ഇറങ്ങുന്നില്ല. PVR ഐനോക്സിലും പക്ഷേ സാധാരണ തിയേറ്ററിലൊക്കെ പടം ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് വന്നത്. എന്നിട്ടുണ്ടല്ലോ ഒരു ഇൻഫർമേഷൻ പോലും കിട്ടിയില്ല. ഞങ്ങളാണെങ്കിൽ വലിയ ക്യാരമൽ പോപ്കോണൊക്കെ മേടിച്ച് അതിന്റെ റീഫണ്ട് വാങ്ങിയതാ. കയ്യിലിരിപ്പുണ്ട് 500 രൂപ. എനിക്കങ്ങ് കേറി വന്നിട്ടുണ്ടല്ലോ. പോ ഗൈസ്, ബൈ,
സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. എനിക്ക് വിശക്കുന്നു, ഞാൻ ഡിന്നർ പോലും കഴിച്ചില്ല. എന്തെങ്കിലും പോയി കഴിക്കട്ടെ, എന്തെങ്കിലും പോയി കഴിക്കട്ടെ ഞാൻ. ബൈ ഗൈസ്. വേണ്ട, എനിക്ക് അറിയണ്ട, എനിക്ക് വയ്യ, എനിക്ക് കാണണം, എനിക്ക് ആവേശം കാണണം. ഞങ്ങൾ നോക്കി വേറെ തിയേറ്ററിൽ വല്ലതും ഉണ്ടോ, പക്ഷെ വേറെ ഒരിടത്തും ഇല്ല, കാരണം സമയം ലേറ്റ് ആയില്ലേ. അപ്പൊ നമ്മൾ നാളത്തേക്ക് ഇപ്പൊ ബുക്ക് ചെയ്യാം, നാളത്തേക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. എനിക്ക് കണ്ടേ മതിയാവും സിനിമ പണ്ടാരം. അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ഓക്കെ ബൈ. ഇന്ന് ദേഷ്യത്തില്ല ഞാൻ കുറച്ച്. ബൈ ഗൈസ്.